എൻ്റെ അടുത്ത റെസിപ്പി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. വേണ്ട ഇൻഗ്രീഡിയൻസ്: വലിയ 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, കറിവേപ്പില. ഒരു വലിയ പാനടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകും 10-12 ഉലുവയും ഇട്ട് പൊട്ടുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള സ്വല്പം ഉപ്പിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും സവാള. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് വഴറ്റുക. ഇത് നന്നായി വഴന്ന് വന്നു കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് വഴറ്റുക. നന്നായി വഴന്നു വരുമ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വൃത്തിയാക്കി വെച്ചിരുന്ന 250 ഗ്രാം ചെമ്മീൻ മറ്റേ സൈഡിലേക്ക് ഇടുക. ഫ്ലെയിം ചെറുതീയാക്കി പാൻ അടച്ചു വയ്ക്കുക. ചെമ്മീനിൽ നിന്നുള്ള ജ്യൂസൊക്കെ ഇറങ്ങി ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലയൊക്കെ ആയിട്ട് ചേർന്ന് വെന്ത് വരട്ടെ. ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക. തക്കാളി ഉടഞ്ഞ് ജ്യൂസ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് ആ ജ്യൂസിൽ ഇത് വെന്ത് വരും. തക്കാളിയൊക്കെ ഉടഞ്ഞ് നന്നായി വഴന്ന് കഴിയുമ്പോൾ 2 പച്ചമുളകും കീറിയിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. വെന്ത് വരുന്നതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ നടുഭാഗത്തായി ഒഴിക്കുക. തേങ്ങാപ്പാലിൽ വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഫ്ലെയിം ചെറിയ തീയിൽ വേണം വയ്ക്കുവാൻ. വാങ്ങുന്നതിന് മുമ്പായി ഉപ്പ് പാകത്തിന് ചേർക്കണം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് വാങ്ങുക. ഈ റോസ്റ്റ് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം ഉപയോഗിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്.